ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ചാറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. റിലേഷൻഷിപ്പിൽ നിങ്ങളെ വഞ്ചിച്ച് പോയ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെ വഞ്ചിച്ച് പോയ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അതാരും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ലവറാകാം, ഹസ്ബൻഡാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളാകാം, സ്റ്റാഫാകാം, ആരും ആകാം കേട്ടോ. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? സെവൻ ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് എന്നുള്ളതാണ്. ആരോടൊക്കെയോ ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ. കാരണം ഇവർക്ക് കുറേ ശത്രുക്കളുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അത് ഇവരുടെ ഒരു കർമ്മഫലം പോലെ ആയിരിക്കും. ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുതയ്ക്ക് പാത്രമായി അവരോട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ജോലി സ്ഥലത്തായാലും ഇവരുടെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആൾക്കാരുടെ കൂടെ ആയാലും എല്ലാവരും ഈ ആളിനോട് മത്സരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരോടും ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇവർക്ക്. അങ്ങനെ കാണുന്നു. ഇതിലും ഏസ് ഓഫ് പെൻറ്റക്കിളാണ്. അപ്പോൾ ഇതിൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു കാര്യം അതിന് നിർബന്ധപൂർവം വാങ്ങാൻ ആരോ വന്നു എന്നുള്ളതാണ്. ഇതിൽ ഈസി ആയിട്ടല്ല ഇവരുടെ ജീവിതം പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത്. കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം ഇവർ എന്ത് കാര്യങ്ങളാണോ ഇപ്പം അനുഭവിക്കുന്നത്, അത് എന്ത് തന്നെ ആയാലും അത് ഇവരിൽ നിന്നും തട്ടിപ്പറിച്ചെടുക്കാൻ ആരോ വന്നിട്ടുണ്ട്, ആരൊക്കെയോ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അവരോടൊക്കെയും സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇവർക്ക് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളെ ഇവർ ഫിനാൻഷ്യലി പറ്റിച്ചിട്ടാണ് പോയതെന്നുണ്ടെങ്കിൽ അത് ആര് തന്നെ ആകട്ടെ, ഇപ്പം അവരെ പറ്റിക്കാൻ ആരോ വന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും കൊണ്ടുപോയ ഒരു കാര്യം അതിന് വേറെ ആൾക്കാരിൽ നിന്ന് ഇവർ തിരിച്ചു വാങ്ങേണ്ട ഒരവസ്ഥയാണ്, അവരിൽ നിന്നും പിടിച്ചു വാങ്ങേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അല്ലെങ്കിൽ ഇവരിൽ നിന്നും ആരോ അത് പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിൽ. ഈ ഒരു സമയമാണ് അവർ നിങ്ങളുടെ ആ ഒരു മൂല്യം മനസ്സിലാക്കുന്നത്. എത്രമാത്രം നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിരുന്നു. നിങ്ങൾക്ക് ഇവരോട് ഒരു മത്സര ബുദ്ധി ഉണ്ടായിരുന്നിരിക്കില്ല. നിങ്ങളെല്ലാം ഒരു ഗിവിങ് നേച്ചറുള്ള ആൾക്കാരാണ്. ഇവർ പറയുന്നതൊക്കെ നിങ്ങളനുസരിച്ചിട്ടുണ്ടായിരിക്കാം. ഇവർക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരോട് മത്സരിക്കാത്ത, അവരെ മനസ്സിലാക്കുന്ന ഒരാൾ ചിലപ്പോൾ നിങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളതാണ് അവരിപ്പം മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു കാര്യങ്ങളൊന്നും ഇപ്പം ആരും തന്നെ അവർക്ക് കൊടുക്കുന്നില്ല, അവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ മജീഷ്യനാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നന്നാവാൻ വേണ്ടിയിട്ട്, അവരുടെ ജീവിതത്തിൽ ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ ചെയ്താലും അതിനൊക്കെ മത്സരിക്കാനും അതിനൊക്കെ വിലങ്ങുതടിയിടാനും കുറേ ആൾക്കാർ ഇവരുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇവരുടെ മാനിഫെസ്റ്റേഷൻസ് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് കാരണം കുറേ സ്ട്രഗിൾ ഉണ്ട് ഇവരുടെ ജീവിതത്തിൽ. ഇപ്പോൾ ഡെത്ത് കാർഡാണ്. അപ്പോൾ ഇവർ ചില സമയം ഈ ഒരു ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് എൻ്റെ ആയെങ്കിൽ എന്നോ, അല്ലെങ്കിൽ കാരണം സോൾവ് ആകാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഇവരുടെ മുന്നിലുള്ളത് കൊണ്ടാണ് ഇവർ ജീവിതം തീർന്നു പോയെങ്കിൽ എന്ന് പോലും ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെ എൻ്റെ ആക്കാൻ പറ്റും, എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത് എന്നും അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയം. കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറേ കാര്യങ്ങൾ ഇവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും ഒരു
കൺഫ്യൂഷനുണ്ട് ഇപ്പോഴും. അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് ശരിയാണോ, അതൊക്കെ നടക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. കാരണം കുറേ കാര്യങ്ങൾ നിഗൂഢമാണ് ഇവരുടെ കാര്യങ്ങൾ. ഇവർ ഇപ്പോൾ ആരോടും ഒന്നും പറയുന്നില്ല, തുറന്നു പറയുന്നില്ല. ചിലപ്പോൾ പാസ്റ്റിൽ ഇവർ എന്ത് കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ഗൈഡൻസ് എടുത്തിരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയം എല്ലാവരും ഹൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവരുടെ മനസ്സിൽ വെച്ച് കുറേ തന്ത്രങ്ങളൊക്കെ മെനയുന്ന ഒരു സമയമാണിത്. 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ. ഫിനാൻഷ്യലി ഒരുപാട് ഒരു തകർച്ചയിലാണ് എന്നുള്ളതാണ്. കുറേ ആവശ്യങ്ങളും ഉണ്ട് ഇവരുടെ മുന്നിൽ. പക്ഷെ ആവശ്യങ്ങളൊന്നും നിവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പം അവർക്കില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു സ്ട്രഗിൾ ഉണ്ട്, ഫ്രസ്ട്രേറ്റഡ് ആണ്. ചിലപ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഇവരെ പൈസയുടെ പേരിൽ പറ്റുകയോ അല്ലെങ്കിൽ ഇവരെ തരം താഴ്ത്തി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. കാരണം ഈ സമയങ്ങളിൽ ഇവർക്ക് കുറേ പണനഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റാരും കൂടെ നിർത്തുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും പൈസ ഉള്ളപ്പോഴാണല്ലോ ആളുകളെല്ലാം കൂടെ നിൽക്കുന്നത്. ഇപ്പോൾ പൈസയുടെ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ പൈസ നഷ്ടം വന്നു പോയത് കൊണ്ടോ എല്ലാവരും ഇവരെ കുറ്റം പറയുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ സാമ്പത്തികമായി കുറേ നഷ്ടം വന്നുപോയി എന്നുള്ളതാണ്. 4 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഇവരൊരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു സമയം ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവർ ഒരുപാട് പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ ആ ഒരു സമാധാനവും സന്തോഷവും തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതും പെട്ടെന്ന് ദേഷ്യം വരും ഇവർക്ക്. ഒന്നും അക്സെപ്റ്റ് ചെയ്യാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ ഒന്നും തന്നെ പറ്റുന്നില്ല. ഈ ഒരു കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആകുന്ന ഒരാളാണ് ഇത്. കാരണം ഇവർക്ക് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരിക്കലും അവർ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഈ ഒരു സമയം അവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് കാണുന്നത്. ഇത് എംപ്രസിൻ്റെ എനർജിയാണ്. പക്ഷേ കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു എനർജിയാണ് ഇതിനകത്ത്. അവർ ചിലപ്പോൾ ചെയ്തിരുന്ന ബിസിനസ് നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ഇവർ ചെയ്തിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ശരിക്കും ഈ ഒരു സമയം അവരുടെ രൂപവും ഭാവവും ഒക്കെ മാറ്റം വന്നിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ പാസ്റ്റിൽ നല്ല ഊർജ്ജസ്വലതയുള്ള ആൾക്കാരായിരുന്നെങ്കിൽ ഈ ഒരു സമയം അവർ ശരിക്കും അവരെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വണ്ണം അവരിൽ രൂപഭാവങ്ങളിലും മാറ്റം വന്നു എന്നാണ് കാണുന്നത്. കോൺഫിഡൻസ് ലെവലും നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ശരിക്കും അവരുടെ ഇമേജേ പോയി എന്നുള്ളതാണ്. പണ്ട് ഇവരെ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാകാത്ത തരത്തിൽ അവരെ മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം. അതാണ് ഈ ഒരു എംപ്രസിൻ്റെ എനർജി. കാരണം ഇവരിപ്പോൾ നേരായ ഒരു ചിന്താഗതിയല്ല അവർക്കുള്ളത്. വളഞ്ഞ വഴിയിലൂടെ ആയാലും അവരുടെ കാര്യം സാധിക്കണമെന്ന് മാത്രം ഇപ്പം ചിന്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇതിൽ അവരുടെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവർക്ക് പൈസയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. പക്ഷേ പൈസയിൽ അവർ സ്റ്റക്കാണ്, അവർക്ക് മൂവ്മെൻ്റ് ഇല്ല. ഈ സമയത്ത് അവർ ആ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ ഏത് വിധേനയും തിരിച്ചു പിടിക്കണമെന്നാണ് അവർ ആലോചിക്കുന്നത്. എങ്ങനെയാണോ ഇവർ ആഗ്രഹിച്ചിരുന്നത് അതൊന്നും എത്താതെ വന്നപ്പോൾ ഉള്ളൊരു ഫ്രസ്ട്രേഷൻ തീർച്ചയായിട്ടും ഇവർക്ക് ഈ ഒരു സമയമുണ്ട്. എംപററിൻ്റെ എനർജിയാണ്. അപ്പോൾ പക്ഷെ ഈഗോയ്ക്ക് കുറവൊന്നുമില്ല. ആരെ മുന്നിലും താഴാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ സിറ്റുവേഷൻ മോശമാണെങ്കിലും അത് മറ്റുള്ളവരെ അറിയാനും ആഗ്രഹിക്കുന്നില്ല, ആരുടെ മുന്നിലും താണു കൊടുക്കാനും അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. 8 ഓഫ് സോഴ്സിൻ്റെ എനർജി. പക്ഷേ ഇവർ ഈ ഒരു സമയം ഏതോ ഒരു ട്രാപ്പിൽ നിന്ന് അത്ഭുതകരമായി അവർ രക്ഷപ്പെട്ടു എന്നാണ് കാണുന്നത്. അവർ ചിലപ്പം ഭാഗ്യം കൊണ്ടോ അവരുടെ ഒരു കർമ്മഫലം കൊണ്ടോ, ചിലപ്പോൾ നല്ല കർമ്മ ചെയ്തിരുന്ന ആളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കർമ്മഫലം കൊണ്ട് അവർ ട്രാപ്പിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഓവർ തിങ്ക് ചെയ്യുന്നു. അവരുടെ ആ ഒരു ഫിനാൻസ് എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരൊരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നു. ഒരുപാട് പ്ലാനിങ്ങിലാണ് ഈ ഒരു സമയം എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ പറ്റിച്ച് പോയ ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ.
അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.